അപ്പോൾ കാലാവസ്ഥ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ എനിക്കൊപ്പം ഉള്ളത് ആതിര സരസ്വതാണ്. ആതിര, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു. പ്രേക്ഷകരെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി മഴയും മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു. നമുക്കപ്പോൾ ഒന്ന് മാപ്പ് പരിശോധിക്കാം. മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കി വരാം. ഇനി വലിയ രീതിയിൽ മഴ പെയ്യാൻ സാഹചര്യമൊന്നും ഇല്ലെന്നാണ് നിലവിലെ മുന്നറിയിപ്പ്. എന്തായാലും ഇന്ന് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഗ്രീൻ അലേർട്ടാണ്. അത് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യത എന്നുള്ള അറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഇതുവരെ ലഭിച്ച മഴയുടെ കണക്ക് നോക്കാം. അതായത് തുലാമഴയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 363.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ സംസ്ഥാനത്ത് ലഭിക്കുന്ന മഴ ശരാശരിയിൽ കുറവായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾ, തെക്കൻ ആന്ധ്രാപ്രദേശ്, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കുമുണ്ട്. ഡിഡ്വ ചുഴലിക്കാറ്റ് വരും മണിക്കൂറിൽ ദുർബലമാകും. തമിഴ്നാട്ടിൽ അതേസമയം കനത്ത മഴ തുടരുകയാണ്. ഡിഡ്വ മൂലം കേരളത്തെ ബാധിച്ച തണുപ്പൻ കാലാവസ്ഥ മാറി ഇന്ന് സംസ്ഥാനത്ത് ചൂട് വീണ്ടും പതുക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലും അതേപോലെ തന്നെയാണ്. ഏറ്റവും കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോടൊക്കെ എത്തുമ്പോൾ 34 ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ 30 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നത്തെ ഏറ്റവും കൂടിയ താപനില. അപ്പോൾ മഴയൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ. ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി സേതുലക്ഷ്മിയിലേക്ക്.